ശ്രീമാത്രേ നമഃ. ചിദഗ്നികുണ്ഡ സംഭൂത. നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം എന്താണ്? എവിടെ നിന്നാണ് ഈ ദേവി വരുന്നത്? ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ നിന്ന് വരുന്നുവെന്നാണ് ചോദിക്കുന്നത്. ചിദഗ്നികുണ്ഡ സംഭൂത. ദേവി ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവളാണ്. അഗ്നി എന്ന വാക്കിനർത്ഥം എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ്. ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ അഗ്നികുണ്ഡത്തിൽ നിന്നാണ് ചിദഗ്നി ഉണ്ടാകുന്നത്. കുണ്ഡത്തിൽ നിന്ന് എന്നാൽ ഒളിഞ്ഞു കിടക്കുന്നതിൽ നിന്ന്. എവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. അവിടെ നിന്നും എല്ലായിടത്തേക്കും വ്യാപിച്ചു കിടക്കുന്ന ബോധം പുറത്തേക്ക് വരികയാണ്. നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുകയാണ്. ഹൃദ്ഗുഹയ്ക്കുള്ളിൽ, ഹൃദയത്തിനകത്ത് ഈ ശക്തി മറഞ്ഞു കിടക്കുകയാണ്. എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന, എൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈ ചിദഗ്നിയിൽ നിന്നാണ് ദേവി ഉണ്ടായത്. ദേവി എൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടമായി പുറത്തേക്ക് വരേണ്ടുന്ന ഒരു ശക്തിയാണ്. ഇത് വ്യഷ്ടിതലത്തിൽ. ഇനി സമഷ്ടി തലത്തിൽ ചിന്തിച്ചാൽ, ഇന്ദ്രപ്രസ്ഥം എന്ന സ്ഥലത്ത് മഹായാഗം ചെയ്തപ്പോൾ ആ യാഗാഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നവളാണ് ഈ ദേവി, ചിദഗ്നികുണ്ഡ സംഭൂത. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം, ഇനി ഈ ദേവിയെ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് മറഞ്ഞിരിക്കുകയാണ് ഈ ദേവി. എൻ്റെ ഉള്ളിൽ മാത്രമാണോ? അല്ല, നമ്മൾ എല്ലാ പേരുടെയും ഉള്ളിലും സർവചരാചരങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന ഈ ദേവിയെ പുറത്തേക്ക് കൊണ്ടുവരണം. അഗ്നി ഏതു പ്രകാരമാണോ രണ്ടെണ്ണത്തിൻ്റെ ഉരയ്ക്കലിലൂടെ പുറത്തു വരുന്നത്, അതേപോലെ ഈ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെയും രണ്ടെണ്ണത്തിൻ്റെ ഉരയ്ക്കലിലൂടെയാണ് പുറത്തു കൊണ്ടുവരേണ്ടത്. ആ രണ്ടെണ്ണം എന്താണെന്ന് പുറകെ നമുക്ക് നോക്കാം. അപ്പോൾ ചിദഗ്നികുണ്ഡ സംഭൂത, ചിത്താകുന്ന അഗ്നികുണ്ഡത്തിൽ നിന്ന് സംഭൂതയായവൾ. ശ്രീ ലളിതാ പരമേശ്വരി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.